എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ചുരിദാറിൽ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പം ഞാൻ ബീഡ്സും ബുള്ളിയൻ റോസസും വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന്. അപ്പം അതിനായിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്. പ്ലെയിൻ ചുരിദാറാണ്. ഇതിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ബുള്ളിയൻ റോസസ് ആണ്, പിന്നെ ബീഡ്സും വേണം. ബുള്ളിയൻ റോസസ് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് മേടിക്കുക അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട സമയമൊന്നും എടുക്കില്ല. ഇനി എന്താണ്, ജസ്റ്റ് ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് വിൽക്കേണ്ടതെന്ന് നോക്കുക. നമുക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് നോക്കുക, സെൻറ്ററിലാണോ എന്നൊക്കെ ജസ്റ്റ് നോക്കുക. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് കറക്റ്റായിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. നമ്മൾ എവിടെയാണ് വെച്ചതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് അവിടെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് നിങ്ങളുടെ ഐഡിയ പോലെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതൊരു സിമ്പിളായിട്ട് ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് തുന്നിയെടുക്കാണ്ട് ചെയ്യണത്. ബുള്ളിയൻ റോസസ് നമ്മൾ തുന്നിയെടുക്കുക. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തുന്നിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അവിടെ നമ്മൾ തുന്നിയെടുക്കുകയാണ്. നമ്മൾ നീഡിലും ത്രെഡും എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഇത് വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മൾ മാർക്ക് ചെയ്ത് ഞാനിപ്പോൾ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പിടിച്ചിട്ട് ബാക്കിൽ നമ്മൾ തുന്നാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലോണം തുന്നി കൊടുക്കുക. നമ്മൾ അത് ഫുൾ സ്റ്റിച്ച് വരുന്ന രീതിയിൽ അതിൽ ഫുള്ള് സ്റ്റിച്ച് വരുന്ന രീതിയിൽ നിങ്ങൾ തുന്നിയെടുക്കുക കേട്ടോ. എല്ലാവിടെയും സ്റ്റിച്ച് വരുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുപോരും. അങ്ങനെ തുന്നിയെടുക്കുക. മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും സ്റ്റിച്ച് വരുന്ന രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് തുന്നിയെടുക്കണം കേട്ടോ. ഓരോന്നായിട്ട് തുന്നിയെടുക്കുക. ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ബുള്ളിയൻ റോസസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വരും അല്ലേ. കുറേ സമയം വേണം. പിന്നെ അതുമല്ല കുറച്ച് ക്ഷമ വേണം അത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബുള്ളിയൻ റോസസ് മേടിക്കാൻ കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അതിൻ്റെ എല്ലാവിടെയും നമുക്ക് സ്റ്റിച്ച് വരണം. എല്ലാ വശത്തും സ്റ്റിച്ച് എത്തണം കേട്ടോ. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം 2-3 പ്രാവശ്യം കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ അടുത്തൊരു ഇതെടുത്തിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ തുന്നിയെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുക്കുക. അതാ ഞാനിതിപ്പോൾ എല്ലാം തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഹാഫ് ബീഡ്സ് ആണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഫ് ബീഡ്സ് സാധാരണ പോലെ തുന്നാൻ നമുക്കറിയാം. ബീഡ്സ് തുന്നാനായിട്ട് ഒരു പ്രയാസമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തുന്നിയെടുക്കാൻ പറ്റും. അതിനിപ്പോൾ ഞാൻ നമ്മൾ എവിടെ തുന്നുന്ന അവിടെ സൂചി താഴോന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക കേട്ടോ. താഴേന്ന് കുത്തിയെടുത്തിട്ട് ഞാനൊരു ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിൽ കാണുന്ന പോലെ കണ്ടോ, ഇതുപോലെ നമ്മൾ കുത്തി താഴോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്.
ഇതുപോലെ ഇറക്കുക. ഇനി നമുക്ക് അടുത്തത് എവിടെയാണോ വേണ്ടത് അവിടെ കുത്തി മുകളിലോട്ട് എടുക്കുക നീഡിൽ. എന്നിട്ട് നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യുക. താഴോട്ട് ഇറക്കുക. ഇത് ഇത്ര സിമ്പിളാണ്, നമുക്കറിയാം. പിന്നെന്താണ്, ഇത് ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ടാണ് വെച്ച് കൊടുക്കണത്. ജസ്റ്റ് റാൻഡംലി ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ബീഡ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ സൂചി കുത്തിയെടുക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഒത്തിരി ടൈറ്റായിട്ട് വലിക്കണ്ട. ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ചുളിഞ്ഞ് നിൽക്കും. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടും. ഇത് ഞാൻ വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടം വരെയാണ്, അതായത് ചുരിദാറിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 15 അപ്പം മുകളിൽ ഷോൾഡർ തൊട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെയാണ് ബീഡ്സ് വെക്കുന്നത്. നിങ്ങൾക്ക് എവിടം എന്തോരം വേണം എന്നുള്ളത് നോക്കി അതുപോലെ ബീഡ്സ് വെക്കാം. നിങ്ങൾക്ക് നെക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നെക്കിൽ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ ഒരു യോക്ക് ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ യോക്ക് ലെങ്ത്ത് വരില്ലേ, അവിടം വരെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടു, ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുക്കുകയാണ്. എന്നിട്ട് അവസാനം നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ തുന്നിയെടുത്ത അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ കുത്തിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണും, നീക്കി ചെയ്യുമ്പോൾ കാണും, നമ്മൾ ആ മുത്തിൻ്റെ അടിയിൽ തന്നെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു 3 പ്രാവശ്യമൊക്കെ കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.